എവിടെ സ്ഥലം? ആരാണ്? എന്താ കാര്യം? പട്ടാമ്പിന്നാണ്. കാര്യം എന്താണ്? നമ്പർ കണ്ടപ്പോ വിളിച്ചതാണ്. എവിടുന്ന് നമ്പർ കണ്ടു? ഫോണിൽ കണ്ടു. ഫോണിൽ നിന്ന് എങ്ങനെ നമ്പർ കണ്ടു ഒരാളുടേത്? ഈ ഫോണിൽ നിന്നു എന്ന് പറയുന്നത് എവിടുന്നാ കിട്ടിയത്? ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാ. എന്നിട്ട് നിലവിലുണ്ടോന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചു നോക്കിയതാ. എന്തിന് താല്പര്യം ഉണ്ടോന്ന്? നമ്പർ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചു നോക്കിയത്. അല്ല, എന്തോ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചാ എന്തിന് താല്പര്യം ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. കമ്പനി ആവാ, എങ്ങനെ കമ്പനി ആവാന്നുള്ള താല്പര്യം. ഞാൻ പുതിയ കമ്പനി ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ കമ്പനി ആവാന്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. പിന്നെ നീ എങ്ങനെയാ ഉദ്ദേശിച്ചത്? ഫോൺ നമ്പർ കണ്ടേക്കേ ആ നമ്പർ നിലവിലുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ടൊന്ന് വിളിച്ചു നോക്കിയതാ. ഫോൺ നമ്പർ കാണുന്ന സമയത്ത് അതില് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, അത് ശ്രദ്ധിച്ചില്ല. നിങ്ങൾ വെറുതെ കുത്തിരിക്കുന്ന ആൾക്കാര് ഇന്ന നമ്പറിലേക്ക് വിളിക്കുക എന്ന് പറഞ്ഞിട്ടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. എങ്ങനെ? വെറുതെ ഇരിക്കുന്ന ആൾക്കാര് ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. അല്ല, നമ്പർ ചോദിക്കുന്നതിന് ഉത്തരം തരൂ. അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. പിന്നെ ഫ്രണ്ട് ആവണമെങ്കിൽ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇതിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഫ്രണ്ട് ആവണമെങ്കിൽ ഇതിലേക്ക് കോണ്ടാക്ട് ചെയ്യാനോ? കൊടുത്തത് നീ എനിക്ക് അയച്ചു തന്നിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും. അയ്യോ ചേച്ചി, അങ്ങനെയൊന്നും പറയല്ലേ. ചേച്ചി അങ്ങനെ തന്നെ പറയും ചേട്ടാ. അല്ല, ഞാനേ നമ്പർ ഫോണിൽ കണ്ടേക്ക്, നമ്പർ കണ്ടേക്ക് അടിച്ചു നോക്കിയതാ. അല്ല, ഫ്രണ്ട് ആവണമെങ്കിൽ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്ന് നീ പറയുന്നുണ്ട്. ആ കാര്യം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ സ്ഥലം വരുന്നത് കൊയിലാണ്ടിയാണ്, കോഴിക്കോട് ജില്ല. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ, സൈബർ സ്റ്റേഷനിൽ ഞാൻ വന്ന് പരാതി കൊടുക്കും. അല്ലെ നീ എന്താണ് ഞാൻ സൗഹൃദത്തിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് കൊടുത്ത ആ മെസ്സേജ് എനിക്ക് കാണുക തന്നെ ചെയ്യണം. നോക്കിയിട്ട് നീ അയക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാനത് കംപ്ലൈന്റ് ചെയ്യും. ഞാൻ ആരാ എന്താന്നെങ്കിലും അറിയാവോ? ഇൻസ്റ്റാഗ്രാമിൽ സലീം എന്ന് അടിച്ചാൽ മതി, ആർട്ടിസ്റ്റ് കൊടുത്താൽ മതി. ജസ്ന സലീം എന്ന് പറഞ്ഞ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. അപ്പൊ നിനക്ക് ഞാൻ ആരെന്ന്, എന്താണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നിനക്ക് ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് കിട്ടും. കേട്ടോ? അറിയണം, നീ അറിഞ്ഞിട്ട് പോയാ മതി. നീ ഏതായാലും ഈ വിവരങ്ങള് നിന്റെ നാട്ടിലൊക്കെ അറിയും. നീ ഈ നമ്പറിലേക്ക് വിളിച്ച വിവരം ഫുൾ റെക്കോർഡഡ് ആണ്. ഞാനിത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. നിന്റെ നാട്ടുകാർ ഇത് അറിയുകയും ചെയ്യും. ചേച്ചി ഒരു കാര്യം പറയട്ടെ, ചേച്ചിയാണ് താത്താണ്. ഞാൻ ആ നമ്പർ കണ്ടേക്ക് നിലവിലുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചു നോക്കിയതാ. നിലവിലുണ്ടെങ്കിൽ നിനക്ക് എന്താ കുഴപ്പം? ഇല്ലെങ്കിൽ നിനക്ക് എന്താ കുഴപ്പം? ഞാൻ നമ്പർ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ഞാനത് ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ്. എനിക്ക് ഫോട്ടോ കോഡർ ആവശ്യമുണ്ടെങ്കിൽ ആൾക്കാർ കോണ്ടാക്ട് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് മാത്രം കൊടുത്ത നമ്പറാണ്. അല്ലാതെ സൗഹൃദം കൂടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെയും കൊടുത്തിട്ടില്ല. അല്ല, ഞാനേ ഈ മറ്റേ ആശേരി വർക്കൊക്കെ ഉണ്ടല്ലോ. മറ്റേ നമ്മളെ മരപ്പണിയൊക്കെ അല്ലേ? അതാണ് ഞാൻ അങ്ങനെ കണ്ടത്. മരപ്പണിയുടെ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുണ്ട് നമ്മളവിടെ. പിന്നെ നിന്നെ മരപ്പണി ഞാൻ എന്തായാലും പഠിപ്പിക്കാം. മരപ്പണി പഠിച്ചാ പോരെ നിനക്ക്? തെറ്റ് പറ്റുന്നത് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഏടോ ഒരു പെണ്ണിന്റെ ഒരു നമ്പർ കാണുമ്പോ അമ്മയില്ലേടോ? സോറി, നിന്റെ സോറി ഞാൻ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ നിന്റെ നമ്പർ സഹിതം ഞാൻ പോസ്റ്റ് ചെയ്യും. എന്താ, ഞാനൊരു അബദ്ധം കാണിച്ചു, നിന്റെ തെറ്റ് പറ്റിയതാ. നിന്റെ തെറ്റ് ഞാൻ ശരിയാക്കി തരാട്ടോ.